പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 27-ാം അധ്യായം 65-ാം വാക്യം. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് കല്ലറ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കാവൽപ്പടക്കൂട്ടത്തെ കിട്ടി റോമാ ഗവൺമെന്റ് മുദ്രയിട്ട് കല്ലുകൾ വെച്ച് കല്ലറ ഉറപ്പാക്കി. എന്നാൽ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെട്ടപ്പോൾ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് നസ്രയനായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതത്തിലെ നമ്മുടെ ജഡവാസം തീർന്ന് നാമും കല്ലറകളിൽ പ്രവേശിക്കുന്ന ഒരു ദിവസമുണ്ടാകും. യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിൽ നാം പങ്കാളികളായി തീരണം. ഇല്ല എങ്കിൽ ഒരിക്കലും മരിക്കപ്പെടാത്ത ആത്മാവിന് ഒരു വാസം, ഒരു നിത്യതയുണ്ട്. അത് നിത്യ നരകത്തിലാകാം, നിത്യമായ സ്വർഗത്തിലാകാം. ആ തീരുമാനം എവിടെയായിരിക്കണമെന്ന്, ഓരോരുത്തൻ്റെയും ആത്മാവിൻ്റെ നിത്യത എവിടെയായിരിക്കണമെന്നുള്ള തീരുമാനം നാം ഈ ഭൂമിയിൽ വെച്ച് എടുക്കണം. ക്രിസ്തുവേശുവിനോടുകൂടെ സ്വർഗത്തിൽ എന്നേക്കും ജീവനുള്ളവരായി വാഴണമെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനത്തിൽ നാം പങ്കാളികളായി തീരണം. ഇന്ന് രാവിലെ സമയം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ പ്രിയരെ, ജീവനുള്ള ദൈവത്തോടുകൂടെ വസിപ്പാൻ നാം ഒരുങ്ങണം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ഉയർക്കപ്പെടുന്ന ഒരു ദിനമുണ്ടാകും. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. മരണാനന്തരം നമ്മുടെ ആത്മാവിൻ്റെ നിത്യത എവിടെ?